നമ്മളെ ചക്ക നേരാക്കണോട്ടാ വന്നത് കേട്ടാ. ഇത് ചക്ക പൊരിക്കാനുള്ളത് നേരാക്കാനാണ്. അപ്പോൾ ചക്ക നമ്മൾ ഇങ്ങനെ പറിച്ചെടുക്കുക കേട്ടോ. പച്ചച്ചക്ക ഞങ്ങളുടെ അയൽവാസിനോട് നിന്ന് കന്നതാണ്. എൻ്റെ അമ്മാവിൻ്റെ അടുത്തുള്ള അയൽവാസിട്ടോ. അപ്പോൾ ഒക്കെ ഒരു പൂതി, നല്ല പുറത്ത് നല്ല മഴ. അപ്പോൾ ഒന്ന് പൊരിക്കുക, ഒരു കൊത്തോണ്ട് ഞാൻ പൊരിക്കുക. ആകെ ചെറിയൊരു മുറിയാ കൊടുത്തിക്കണോ, ഒരാൾ കൊടുക്കുമ്പോൾ അങ്ങനെയല്ലേ. ആദ്യം നമ്മളെ വീട്ടിൽ ചക്കൊക്കെ ഉണ്ടായിരുന്നു പറമ്പിൽ, ആ വയറിലായ പറമ്പിലിട്ടോ. അപ്പോൾ എനിക്കൊരു മോഹം, ചക്ക പൊരിക്കണം. ചക്കയുടെ സീസണല്ല ഇപ്പോൾ, എല്ലാവരും ഉണ്ടാവും, വീട്ടിലുണ്ടാവും. നിങ്ങളെ വീട്ടിൽ ആരും ചക്ക ഉണ്ടായിരുന്നു, അപ്പോൾ നമുക്ക് ആർക്കും വേണ്ടാതില്ല കേട്ടോ. ഇപ്പം നോക്കുമ്പോൾ എൻ്റെ പൊന്നേ, ചക്ക കണ്ടാലും എനിക്ക് എപ്പോൾ കണ്ടാലും പൊരിക്കണം കേട്ടോ. അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. അപ്പോൾ ചക്ക പറിക്കുക, ഒരു കൊത്തന്നെ പൊരിക്കുള്ളൂ, കൂടുതൽ പൊരിക്കാമെന്നില്ല, അതൊരു മോഹം. അപ്പോൾ ഒരു വീഡിയോ ചെയ്താൽ നിങ്ങൾക്കൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. നമുക്കാണെങ്കിൽ ചക്ക ഇപ്പം ഭയങ്കര വഞ്ചാണ്. ചക്ക കൂട്ടാൻ വെക്കാൻ കുറച്ചിടം മാറ്റി വെച്ചിട്ടുണ്ട്. ആകെ ചെറിയ കൊത്തല്ലേ, അതിനിപ്പോൾ പങ്കിട്ടിട്ടാണ് പൊരിക്കണത്. വല്യമ്മാനോട് കാല് പിടിച്ചിട്ടാണ് ഇപ്പോൾ ഉണ്ടാക്കണത്. ഉണ്ടാക്കിയ മൂപ്പരാൾ തിന്നൊക്കെ ചെയ്യും, പക്ഷേ ഉണ്ടാക്കണ എണ്ണ പോകൂലേ ഒക്കെ പറയും. അങ്ങനെയാണ്. അപ്പം ഞാൻ സൺഫ്ലവർ ഓയിൽ ഒരു ലിറ്റർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ ജാമ ചോമെന്ന് വാവാസ് മാള് ചോമെന്ന്. അപ്പോൾ എത്ര ആയാലും ഞാൻ തന്നെ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. വെളിച്ചെണ്ണ ഒന്നും എടുക്കാനൊക്കില്ല വല്യമ്മ. അപ്പോൾ വല്യമ്മക്ക് ഇരിക്കുകയാണെങ്കിൽ ഈ 4 ചോളയല്ലേ പൊരിക്കാനുള്ളൂ. ഇരിക്കുകയാണെങ്കിലോ ഒരു കൊത്ത്, വലിയൊരു കൊത്ത് കൂടെ വേണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ മൂപ്പരാളെ സമ്മതിക്കൂല. അത് ചക്കക്കൂട്ടാൻ വെക്കാൻ ഇൻട്രസ്റ്റായി നിൽക്കല്ലേ. ഈ വല്യന്മാർക്കൊക്കെ പഴയ രീതിയിൽ ചക്കക്കൂട്ടാനൊക്കെ ഭയങ്കര, പണ്ടത്തെ കാലത്തൊക്കെ ചക്കക്കൂട്ടാനെ ഒക്കെ തിന്ന് വളർന്നതാണ് ഈ വല്യമ്മൊക്കെ. ചോറും കഞ്ഞിയൊന്നും അത്ര ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ പൊന്നുമക്കളെ. അപ്പോൾ അങ്ങനെ സാഹചര്യത്തിലുണ്ടായിപ്പോൾ തിന്ന് നോക്കുമ്പോൾ എല്ലാവർക്കും ചക്ക നല്ലതാണ് കഴിക്കാനും. ചക്കപ്പഴത്തിലുള്ള നല്ല പ്രോട്ടീൻ കണ്ടൻ്റ് ഉണ്ട്. അതുകൊണ്ട് ഷുഗറുള്ളവരൊക്കെ ചക്ക തിന്നണത് നല്ലതാണ്. നമുക്കൊന്നും വലിയമാർക്ക് ഷുഗറും പ്രഷർ ചെറുതായിട്ട് നോർമൽ ഉണ്ട് കേട്ടോ. എനിക്ക് പിന്നെ ആകെ ഇതൊന്നുമില്ല. തടി ഉണ്ടിച്ചിട്ട് ഷുഗർ ഉണ്ടായിക്കോളുന്നില്ല. മധുരമൊക്കെ ഏകദേശം മാക്സിമം ഒഴിവാക്കുക, എന്നാൽ ഷുഗറൊക്കെ കൺട്രോളിലാവും. ചിലവർ എത്രമാത്രം വിഷമിക്കുന്നുണ്ട് ഈ ഷുഗർ കാരണം. അപ്പം നമ്മൾ ഇതിമേക്ക് കിടക്കുക. ആക്കെ പോട്ടെ. നമ്മളതിൻ്റെ ചവുണി പച്ചച്ചക്ക തിന്നായിരുന്നു. അപ്പം അതിൻ്റെ പോണ്ടിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ആ കുരു ഒന്ന് റിമൂവ് ചെയ്തെടുക്കുക. ഇതൊക്കെ ഉണക്കിയിട്ട് ആൾക്കാർ പൊരിച്ചിരുന്നു എൻ്റെ പൊന്നു മക്കളെ. എല്ലാവരും നല്ല ടേസ്റ്റാണ് കേട്ടോ. ചക്ക മേടിക്കാനും കിട്ടുമ്പോൾ എല്ലാം കിട്ടും നമുക്ക്. നാളെ ലാന്തോളക്ക് പോയപ്പോൾ താത്ത ചക്ക കൊണ്ടുപോയിക്കോളി, നിങ്ങൾ തുച്ഛ പൈസയൊക്കെ തന്നാൽ മതി. അപ്പോൾ എങ്ങനെയാണ് അവിടെ നിന്ന് കൊണ്ടുവരാക്ക, ഓട്ടോറിക്ഷ വിളിച്ച് പോരണം. ചക്ക എന്ന് പറഞ്ഞാൽ കുറച്ച് വെയിറ്റുള്ള സാധനമല്ലേ. അപ്പോൾ അതിൻ്റെ കുരു റിമൂവ് ചെയ്തെടുക്കുക. അതാണ് പൊരിക്കാനുള്ളത്. ഇത് കുറച്ചുള്ളൂ. അപ്പോൾ നമ്മൾ ഉള്ളിവട കുറച്ച് നേരത്തെ പൊരിച്ചിരുന്നു. പുറത്ത് നല്ല മഴ. അപ്പോൾ നമ്മൾ ആ എണ്ണയിൽ പൊരിക്കാൻ പോകും കേട്ടോ. നല്ല സ്ലൈസായിട്ട് കട്ട് ചെയ്യണം. ഇപ്പോൾ അതിൻ്റെ ചവുണിയും ഇതൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കുകയാണ് നമ്മൾ. അതിൻ്റെ മൂക്കൊന്ന് ചെത്തി കൊടുക്കുക. ജലദോഷമൊന്നും മാറിയിട്ടില്ല. ഞാൻ മാറിയെന്നൊക്കെ വിചാരിച്ചു, പക്ഷേ മാറണ ഒരു കോലം കാണാൻ ഞാൻ. ഇപ്പോൾ കുളിക കുടിച്ചിട്ടൊന്ന് കുറച്ച് ദിവസമൊക്കെ കുടിക്കുമതേ. ഹോസ്പിറ്റലിൽ പോയില്ല, എന്താ അറിയോ, ഈ ഇറക്കത്തിൻ്റെ ഗുളിക കുടിച്ചാൽ മാറുമെന്ന് വിചാരിച്ചു ഞാൻ അങ്ങനെ ചെയ്തു. എനിക്കാണെങ്കിൽ ഹോസ്പിറ്റലിൽ അങ്ങനെ പോകണ അങ്ങനത്തെ ഒരു തലദോഷം പനി ഉണ്ടാവുന്ന ആളല്ല. പക്ഷെ അത് ഞാൻ എണ്ണ തേച്ച് നല്ലോണം അങ്ങോട്ട് കുളിച്ചു, പെരുന്നാളല്ലേ എന്ന് വിചാരിച്ചിട്ട്. അതിലാ വെയിലും കൊണ്ടല്ല എല്ലാതും കൂടെ ആയപ്പോൾ അവിടെ മോള് കയറിയതാണ്. അപ്പോൾ എല്ലാവരുടെ കുരുവും ബോണ്ടിയൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മളെ സ്ലൈസായിട്ട് കട്ട് ചെയ്യുക, കട്ടി കുറച്ചിട്ട് കേട്ടോ, എന്നെങ്കിലുള്ളത് പൊരിക്കുള്ളൂ. വല്യമ്മനെ കളിയാക്കാൻ തുടങ്ങിക്കണ്ടേ പൊന്നുമക്കളെ. ആയിക്കോളും സുന്ദരി വല്യമ്മ അല്ല ചോപ്പ്. എൻ്റെ അസുറാത്ത കൊടുത്ത മാക്സിയാണ്. അസുറാത്ത ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സന്തോഷമാവും. അപ്പോൾ ഞാൻ കൊറിയർ ഓഫീസിലൊക്കെ പോയിട്ടോ, അത് വന്നിട്ടില്ല. 8 ദിവസം ഒരാഴ്ചയൊക്കെ പിടിച്ചു തോന്നുന്നു സെമിത്താത്ത അയച്ച ഡ്രസ്സ്. അപ്പോൾ പിന്നെ ഓരോ വിളിച്ചിട്ടൊന്നുമില്ല, കുറേ കൊറിയർ വന്ന് നടക്കണം. അപ്പോഴാണ് അസൂറാത്താൻ്റെ കൂട്ടം പറഞ്ഞപ്പോഴാണ് ആ കൊറിയറിൻ്റെ ഓർമ്മ വന്നത്. അപ്പോൾ നമുക്ക് എല്ലാവരും നല്ല സപ്പോർട്ടും
കട്ട ഫാൻസുകളാണ്, ഒരുപാട് ഫാൻസ്. ഇന്നിപ്പോൾ ഒരു പിന്നെ ഇവിടുന്ന് പൊന്നാനി ഒരു വർഷ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൊന്നാനിന്ന് ഒരു താത്ത സെമീറ വിളിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഓരൊന്നും പോയിട്ടില്ല. അപ്പോൾ ഞാൻ ഓരോ എല്ലാ കാര്യങ്ങളും അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്നെ ഫ്ലവർ ഷോ എപ്പോഴൊക്കെയാണ് ഓപ്പൺ ആകുമോ നോക്കിയിട്ട് ഇപ്പോൾ വിഷയൊക്കെയല്ലേ വരുന്നത്. അപ്പോൾ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ കട്ട ഫാൻസുകളും നമ്മളെ എല്ലാ കുട്ടികളായാലും വലിയവരായാലും എനിക്ക് ഒരുപാട് സന്തോഷമായി വിളിച്ചത് കേട്ടോ. ഞാൻ ഉറങ്ങി നീച്ചിട്ടാണ് അപ്പോഴാണ് വിളിച്ചത്. അപ്പോൾ നമുക്ക് സ്ലൈസായി കട്ട് ചെയ്യാം. നമുക്ക് എന്താ വീഡിയോ പിന്നെ ചക്ക സ്ലൈസാക്കാം നമുക്ക് കേട്ടോ. അങ്ങനെയുള്ള കുറവത്തിന് വിളിച്ച് സംസാരിക്കും, ലൈവിൽ വരിതാത്താന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തു, വലിയതാക്കണില്ല കേട്ടോ. മൊബൈലിലെ ചാർജൊക്കെ കയ്യാറായിക്കോളൂ മക്കളെ. അപ്പം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക, പൊരിച്ച ചക്ക ഉള്ളവരൊക്കെ ഇങ്ങനെ ചെയ്തോളിട്ടാ. അപ്പോൾ നല്ല പുറത്ത് മഴയും നല്ല കട്ടൻ ചായക്ക് ഫസ്റ്റാണ്, മസ്റ്റായിട്ട് കഴിക്കുക. സ്ലൈസാക്കി കട്ട് ചെയ്യാം കേട്ടോ. വലിയതാക്കിയാൽ എളുപ്പം മണി വയ്ക്കാനും. കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ പാടെ അതിൽ കുടഞ്ഞു കൊടുത്തിട്ട് എണ്ണയിൽ അതുണ്ടാക്കുക. കൂട്ടാൻ വെക്കാൻ കൊടുത്തിന്നപ്പോൾ ഒരു കൊത്തെടുത്തിക്കാണ്. അപ്പൊക്കെ ഒരു മോഹം. പിന്നെ എന്നാൽ വല്യമ്മയുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും അത് സഹായിച്ചെടുക്കൽ എൻ്റെ ഒരു കടമയാണ്. അങ്ങനെ തന്നെയാണ്. എന്ത് കണ്ടാലും അപ്പം അത് ഉണ്ടാക്കിയേ തീരും. അതാണ് ഞാൻ ഈ സെലു കിച്ചൺ വളപുരം. ഇന്ന് നമ്മളൊരു കൂട്ടുകാരനെ കണ്ടു, വിപിനെ. ഞങ്ങൾ രണ്ടാളൊരു വീഡിയോ എടുത്തു. പെട്ടെന്ന് താത്താ നിറട്ടോട് വന്നിട്ട് വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ ആ വീഡിയോ കണ്ടില്ലേ. വിപിനെ കൊപ്പത്ത് യൂട്യൂബർ തന്നെയാണ്. എൻ്റെ വീഡിയോ ഓനോടുത്തു, ഓൻ്റെ വീഡിയോ ഞാനോടുത്തു. അത് സന്തോഷമല്ലേ. നമ്മളെന്ത് ചെയ്താലും നമ്മളൊരു വീഡിയോ എടുക്കട്ടെ. എനിക്കൊരു ആഗ്രഹം, താത്താനെ കാണാൻ ഒരുപാട് ആഗ്രഹം. ആഗ്രഹമുള്ളവരെ മുന്നിൽ തന്നെ ഞാൻ ചെന്ന് ചാടി കൊടുക്കുന്നുണ്ട് കേട്ടോ. കറണ്ട് തീയിട്ടിട്ടില്ല, അപ്പത്തന്നെ മുന്നിൽ അത് ചാടിക്കണം. ആഗ്രഹിച്ചവരെ മുന്നിലൊക്കെ ഞാൻ അപ്പാട് എത്തുന്നുണ്ട്. മെസ്സേജ് അയച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞ ഒരു താത്താടെ നമ്മളെ സഫ്നമോളുടെ എട്ടിൻ്റെ അടുത്ത് പോയില്ലേ, ഓര് തന്ന ഷാളാണ് ആ മഞ്ഞ കില്ലം തൂങ്ങിയ ഷാള്. ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടില്ലേ. ആയനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ താത്ത ഇനി ദുബായിക്ക് 6-ാം തീയതി പോവും. അതിൻ്റെ മുന്നേ കൂടെ ഒരു അനാർക്കലി അടിച്ചാൽ കൊടുത്ത് തന്നിക്കണം. പിന്നെ ഷീലിയും തന്നു, ഷോൾ കൊടുത്തു. ആർക്ക് എന്ത് വേണമെങ്കിലും എടുത്തോ മോളെ എന്ന് പറഞ്ഞു. മോളെ ഈ പ്രമോഷൻ ഈ കല്ല് വെട്ടിങ് ഷാളാണ്. അപ്പം ഞാനെടുത്ത് 3 എടുത്തു. നല്ല വില കൂടിയ ഷാളാണ്. അപ്പം ഞാനായതുകൊണ്ട് ഇച്ച് തന്നു. എനിക്ക് നല്ല ഇഷ്ടമായി. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് പ്രമോഷൻ വീഡിയോ ആയാലും ഒക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നു. നല്ലൊരു ഗ്ലാമറുള്ള ലുക്കുള്ളൊരു ഷാളാണ്. കല്യാണ പാർട്ടികൾക്ക് കൊണ്ടുപോകണം അങ്ങനത്തെ ഷാളാണ്. അത് 1000-2000 വരെയുള്ള ഷാളാണ്. പിന്നെ അവിടെ വെറ്റ് ഒഴിവാക്കണമുണ്ട്. എല്ലാവരും പോയിക്കോളി. നമ്മളെ അറ്റ്ലസിൻ്റെ ബിൽഡിങ്ങിലാണ്. എല്ലാ കാര്യങ്ങളും ഞാനതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം നമ്മൾ ചക്കൊക്കെ സ്ലൈസായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് എണ്ണയിൽ പൊരിച്ചെടുത്താൽ എൻ്റെ പൊന്നേ ഇതൊരു കണ്ടെയ്നറിലാക്കി വെച്ചാൽ മതി. നമുക്ക് എപ്പോഴാണ് ആവശ്യം വരുന്നു അപ്പം കഴിക്കാം. നല്ല ഫ്രൈ ആയിക്കഴിഞ്ഞാൽ വലിയമ്മ എനിക്ക് തിന്നാൻ പറ്റില്ല, എനിക്ക് മാത്രം തിന്നാൻ വേണ്ടി പൊരിച്ചതല്ലേ എന്നും പറയും ഒരു പറച്ചിൽ. പിന്നെ മാക്സിമം കുത്തിച്ചാഴ്ചത്തെങ്കിലും പളയിലാക്കും. അതാണ് വല്യമ്മയുടെ ലുക്ക്. അപ്പോൾ പൊന്നു മക്കളെ പഴങ്കഥയൊക്കെ പറഞ്ഞിട്ട് നമ്മളെ സ്ലൈസാക്കൽ ഇവിടെ കഴിയാറായിരിക്കുകയാണ് കേട്ടോ. പൊളിച്ച ഒരു കൊത്തും കൂടെ ഇങ്ങനെ നോക്കാം. ഒരു കൊത്തും കൂടെ എടുക്കണം. വേണ്ട വേണ്ട കൊച്ചലെ കട്ടറൊക്കെ ഉണ്ട്. മഴ പൊന്നും കട്ടല്ലോ. ഒരു 2 ജോലിയും കൂടെ കട്ടെ. ഇത് പൊച്ചാനില്ലാന്നു, ഇത് പൊച്ചാനില്ലായിക്കാനും മഴ കുട്ടിയല്ലേ. ഒരു കൊത്തും കൂടെ 2 ജോല ചക്കക്കൂട്ടാൻ വെക്കണ്ട, പൊച്ചാൽ മതി. ഞാൻ ഇവിടെ എണ്ണ കൊടുത്തിട്ടില്ല. പിന്നെ എന്തിനമ്മ ഞാൻ വീഡിയോയിലാട്ടോ അന്വേഷണം പറയുന്നേ. ആൾക്കാർ വെക്കും. കുരുവൊക്കെ നമുക്ക് എടുക്കണേ. ചക്കക്കുരു മുരിങ്ങയൊക്കെ വെക്കാം. നിങ്ങളാ പുളക്കേക്ക് എന്താ കാട്ടിയ ഉണങ്ങിയോ? നമ്മൾ ഉണക്കിയതിൽ അത് പൊടിച്ചാൽ മതി. പുട്ടുംപൊടി പൊട്ടിപ്പൊടി ഉണ്ടാക്കാം, പൂളപ്പുട്ടുണ്ടാക്കാം. അപ്പോൾ ഒരു കൊത്തും കൂടെ ആവശ്യപ്പെട്ടപ്പോൾ തന്നില്ല മക്കളെ.
ഇല്ല കൂട്ടാൻ വെക്കാൻ. ആ പെമ്പറന്നോടെ ഇല്ല. പിന്നെ പെമ്പറന്നോടെ വാശി പിടിച്ചാൽ ചിലപ്പോൾ അനാവശ്യം പറയും. വല്യമ്മ അറിയാതെ അനാവശ്യം പറഞ്ഞാൽ പിന്നെ നമ്മൾ കൊളാവും. അപ്പം അപ്പുറത്തെ വീട്ടിലുള്ള കുട്ടികളൊക്കെ ഭയങ്കര ശാഠ്യം പിടിച്ച് കരയുന്നുണ്ട് കേട്ടോ. നിങ്ങളൊന്നും വിചാരിക്കല്ലേ, ക്ഷമിക്കണം കേട്ടോ, ചെറിയ മക്കളല്ലേ. അപ്പം ഇത്തരമുള്ള ചക്ക, ഒരു കൊത്ത് ചക്കയല്ലേ ഉള്ളൂ മക്കളെ, ആ സ്ലൈസാക്കി വന്നോക്കും. അത് പൊരിച്ച പിന്നെ ഒത്തിരി ഉണ്ടാവില്ല. അപ്പോൾ ഒരു ഇഷ്ടത്തെ നോക്കിയിട്ട് വല്യമ്മനോട് യാചിക്കണ ഒച്ചകൾ കേട്ടില്ല മക്കളെ. നമുക്കിത് പൊരിക്കാൻ പോകും, ചെറുതായിട്ട് കട്ട് ചെയ്യാം പൊന്നു മക്കളെ. അപ്പം എല്ലാം കട്ട് ചെയ്ത് നമുക്കിത് വറുക്കട്ടോ, പൊരിക്കാം മക്കളെ. ഞാൻ ചക്ക പൊരിക്കാൻ പോവാണ് കേട്ടോ. അപ്പം നമുക്ക് ഗ്യാസ് സ്റ്റവ് കത്തിക്കാം. ഗ്യാസ് സ്റ്റവ് കത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഉപ്പുവെള്ളം തയ്യാറാക്കണം. മഞ്ഞളും ഉപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് ഉപ്പുവെള്ളം ഉണ്ടാക്കണം. കുടഞ്ഞു കൊടുക്കാൻ കേട്ടോ, എണ്ണയ്ക്ക് കുടഞ്ഞു കൊടുക്കാനാണ്. മഞ്ഞളുണ്ടാകുമ്പോൾ ചണ്ട ഉണ്ടാവും, അത്രേ ഉള്ളൂ. ഇപ്പോൾ അപ്പം അതിക്ക് കുടയുള്ള ഉപ്പ് വെള്ളമാണ്. അതിന് കുറച്ച് ഒരു അരക്കോപ്പ വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ അല്പം മഞ്ഞൾപ്പൊടി ഇതാ അതിന് ആ വെള്ളത്തിലിട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക, ഒരു പിഞ്ച് ഉപ്പ്. എന്നിട്ട് വെള്ളത്തിൽ കലക്കുക. കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഇതാ ഇങ്ങനെ തുറക്കാനാണ് കേട്ടോ, തെളിച്ചു കൊടുക്കാനാണ് കേട്ടോ. അപ്പം ആദ്യം നമ്മൾ തുടക്കത്തിൽ ഇതാ ചക്ക, കുറച്ച് കറിവേപ്പില ആദ്യം ഒരു ഫ്ലേവർ ഇട്ടാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ കറിവേപ്പിലാണ് അടി. അപ്പോൾ ഇപ്പുണ്ടോന്നതിൽ വെള്ളത്തിലുണ്ടോ, ഇപ്പുണ്ടെങ്കിലുള്ളൂ. കൂടുതൽ ഇപ്പം വരരുതേ, അപ്പോൾ പിന്നെ തൊള്ളയ്ക്ക് വെക്കാനേ പറ്റില്ല കേട്ടാ. അപ്പം നിങ്ങൾ എന്താ വിചാരിച്ച് ചക്കപ്പൊരി ഇപ്പം 5 മിനിറ്റോളം ഉണ്ടായ പരിപാടി കേട്ടോ. 5 മിനിറ്റോളം ഉണ്ടായി ഇപ്പം ഉള്ളിവട ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പം എനിക്ക് തോന്നി, പെട്ടെന്നാണ് എൻ്റെ മനസ്സിക്ക് തോടി വരുള്ളൂ, ഇൻട്രസ്റ്റ് വരുള്ളൂ കേട്ടോ. ഇപ്പം എനിക്കൊരു പൊത്ത് ചക്ക കണ്ട അപ്പം എനിക്ക് പൊരിക്കണം. പഴച്ചക്ക ആയാലും പോത്തക്ക ആയാലും വേണ്ടില്ല, പൊരിച്ചേ പറ്റൂ. അല്ലെങ്കിൽ പിന്നെ പഴംപൊരി ഉണ്ടാക്കും, ചക്കപ്പഴംപൊരി. അപ്പം നമ്മൾ എണ്ണ ചൂടാവുന്നതിൻ്റെ കൂടെ നമ്മൾ ഒരു തണ്ട് കറിവേപ്പിലതാ കഴുകി വൃത്തിയാക്കി നമ്മൾ നാച്ചുറൽ കറിവേപ്പില ഇതിട്ട് കൊടുക്കുക. അതിൻ്റെ ഫ്ലേവറിന് വേണ്ടിയിട്ടോ. നല്ല ചക്കപ്പൊരിക്ക് നല്ല ഫ്ലേവർ ഉണ്ടാവും. നമ്മൾ പൊരിക്കുന്ന സൺഫ്ലവർ ഓയിലാണ്. നമ്മൾ കുറച്ച് മുന്നേ ഉള്ളിവട പൊരിച്ചിരുന്നു, ആ ഓയിലാണ് കേട്ടോ. അപ്പോൾ നല്ല ചൂടായിട്ടാണ് കുറച്ച് കറിവേപ്പില നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചക്ക ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാവരും പറയും. ഇനി അതിൻ്റെ മേലിൽ കൂടെ കുറച്ച് ഉപ്പുവെള്ളം തെളിച്ച് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കണ്ട. ഉപ്പുവെള്ളം തെളിക്കുമ്പോൾ നല്ലോണം പൊട്ടിപ്പൊടിയെ കുറച്ച് തെളിച്ച് കൊടുക്കുക. ആ നേരിട്ട് പൊട്ടിത്തെളിച്ച് വേണമെന്നാവാതെ നമ്മൾ നോക്കണേ. അപ്പോൾ എല്ലാം ഇളക്കി കൊടുത്താൽ നമ്മുടെ ചക്ക ഫ്രൈ. നമ്മളെ വീട്ടിലെല്ലാവരോടും ചക്ക ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി വെക്കും. ഇപ്പം ഇളം മഴ ഉണ്ടാവും, മഴയത്താണ് ചക്കപ്പൊരിക്ക് ഞാനൊരു. അപ്പം നല്ല പൊട്ടിപ്പൊരിയുടെ സൗണ്ട് ഉണ്ട്, അത് വെള്ളം ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പം നല്ല മണം വരുന്നുണ്ട് മക്കളെ. ആ കറിവേപ്പില ഇട്ടുകൊണ്ട് തന്നെ നല്ല മണയിൽ വരുന്നുണ്ട്. അതിൻ്റെ ആ മണക്കതിൽ ഇറങ്ങി പിടിക്കട്ടോ, ഭയങ്കരമായിട്ട് നല്ല മണം വരുന്നുണ്ട്. അപ്പം എവിടെ പോയിട്ട് കടയിൽ നിന്ന് കൂടുതൽ വില കൊടുത്ത് വാങ്ങണ്ട, നാച്ചുറലായിട്ട് നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് പ്രത്യേകം ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് ചക്കയില്ല, അപ്പുറത്ത് കിട്ടിയൊക്കെ ഉള്ളു. അപ്പം ഒരു കൊത്ത് കിട്ടും. നമ്മൾ സ്റ്റീൽ പാത്രത്തിൽ കോരി മാറ്റണം. നമ്മളെ മീൻകറിയാണ്, ഒരു കാക്കായത്ത മീൻകറി. അപ്പം നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ കോരി മാറ്റി കൊടുക്കാം. നമുക്ക് ഹൈ ഫ്ലെയിമിൽ മീഡിയം ഫ്ലെയിമിലാക്കണം, അല്ലെങ്കിൽ പച്ച കരിഞ്ഞു പോവേ, പിന്നെ പച്ചക്കാരുണ്ടാവില്ല. നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വേണം കോരി മാറ്റാൻ. എന്നിട്ട് നല്ല ചൂടായിട്ട് കണ്ടെയ്നറിൽ ഇട്ട് വെച്ചാൽ
നമുക്കത് എപ്പോഴാണ് ചക്കപ്പൊരി കഴിക്കാൻ പറ്റുന്ന ആ സമയത്ത് നമുക്ക് നല്ല മഴ എടുത്തൊക്കെ കഴിക്കാൻ നല്ല രസമാണ്. കട്ടൻ ചായ സുലൈമാനി ചക്കപ്പൊരി കഴിക്കാൻ എന്തൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും അല്ലേ. ഇപ്പം ഞാൻ ഉള്ളിവട ഇപ്പം ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. 5 മിനിറ്റ് കഴിച്ച് വരികയാണ്. അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പോയി കളയാലും എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ ഷമീർ ഷാനുവിൻ്റെ വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്ത് സഹായിക്കണം. നമ്മുടെ ചങ്കായ ആങ്ങളാണ് കേട്ടോ. നമ്മളെ കൂടെ എല്ലാവരും നിൽക്കുന്ന ആളാണ് ഷമീർ ഷാനു. എന്തായാലും അവൻ്റെ ചാനലിലും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്തിലേക്ക് ഇതൊക്കെ കൊടുത്ത എത്രയും തന്നു. നമ്മളെ സ്നേഹിക്കുന്നവർ അവരും പോയി സ്നേഹിക്കട്ടാ. അപ്പോൾ ഗോൾഡൻ ബ്രൗൺ കളറായി നമ്മളെ ചക്കക്കോരി മാറ്റിയാണ്. അത് കണ്ടില്ലേ എത്ര പെട്ടെന്നാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് ചക്കപ്പൊരി. അപ്പോൾ ചക്ക കിട്ടുമ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്ത് കൊടുക്കും കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മളെ മാപ്പിളാരൊക്കെ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോഴേ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. ചോലൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒന്ന് കറുമുറാന് അവർക്കൊരു കട്ടൻ ചായ ഉണ്ടാക്കി കൊടുത്താലേ അവർക്ക് എല്ലാം ഇഷ്ടമാവും. നമ്മളും ഹാപ്പി ഓലും ഹാപ്പിയാവും കേട്ടോ. അപ്പോൾ ചക്ക ഒക്കെ ഉള്ളവരൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കാം. മാക്സിമം അല്ലാതെ ഒന്ന് എല്ലാവർക്കും ഒന്ന് ഉണ്ടാക്കി കൊടുക്കാം. നമുക്കൊരു വീഡിയോ പിടിക്കണം. അപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് നമ്മളൊന്ന് കാണിച്ചു തന്നു അത്രേ. അപ്പോൾ വേപ്പിൻ്റെ ഇല ഫ്ലേവറൊക്കെ ഇറങ്ങി പിടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അടുത്ത ട്രിപ്പും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുക. ആദ്യത്തെ സ്റ്റേജ് കഴിഞ്ഞു, 2ാം സ്റ്റേജിലാണ് കേട്ടോ. അപ്പോൾ അല്പം എണ്ണയും കൂടെ കഴിച്ച് നമ്മൾ ഇട്ട് കൊടുക്കാമല്ലേ. ഓ എൻ്റെ പൊന്നുമക്കളെ സുലേ അതിന് 2ാം സ്റ്റേജിൽ ഒക്കെ ഇട്ടു. ആദ്യം ഒരു ട്രിപ്പ് കഴിഞ്ഞു, 2ാം ട്രിപ്പിലാണ് കേട്ടോ. ഇനി നമ്മളൊന്ന് ഇളക്കി കുടിച്ചിട്ട് ഉപ്പൊന്ന് ഇട്ട് കൊടുക്കുക. ഉപ്പ് വെള്ളം ഒന്ന് തെളിച്ചാൽ മറ്റേ ഉപ്പ് കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ ചക്ക കുഴയും. അപ്പം പിന്നെ അത് ഫ്രൈ ആവാൻ കുറേ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഉപ്പ് നല്ലോണം ഒന്ന് തെളിച്ച് കൊടുക്കുക. ഇത്ര മാത്രമുള്ളൂ ചക്കപ്പൊരി. അപ്പം മേലെ ഫ്ലെയിമിലാക്കി ഹൈ ഫ്ലെയിമിലേക്ക് തന്നെ വന്നു. ചൂട് കാണല്ലോ. അപ്പം മക്കളെ ചക്കപ്പൊരി കറുമുറൻ. അപ്പം നമ്മളൊന്ന് കഴിച്ചു നോക്കിയാലോ. പൊന്നു മക്കളേ ഞാനൊന്ന് കഴിച്ചു വേണം കേട്ടോ. സൂപ്പർ. ഞങ്ങൾക്ക് പാചകം ചെയ്താൽ ഭയങ്കര ഇഷ്ടമാണ്, ഇൻട്രസ്റ്റാണ് കേട്ടോ. അപ്പം നമ്മളെ ചുറ്റുപാടുള്ള എണ്ണൊക്കെ തെറിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കുറച്ച് കൊടുക്കുക. എന്നാൽ പിന്നെ വലിയ ഭാരം ഉണ്ടാവില്ല. ഗ്ലാസിൻ്റെ കാര്യങ്ങളുടെ അടുപ്പേ അപ്പം തന്നെ തുടച്ചു കൊടുത്താൽ അതാണ് കഴിയും. പിന്നെ അത് ഉണങ്ങി പൊടിച്ച് നിൽക്കണ്ട. അപ്പോൾ ചുറ്റു പുറം. അപ്പം നമ്മൾ പുളം തെളിച്ചൊന്ന് ഇളക്കി കൊടുക്കട്ടാ. ഒരു മേലെ എപ്പോഴേ പറ്റുള്ളൂ, കൂടുതലായിട്ടില്ല അവിടെ. പിന്നെ തൊള്ളയേക്ക് വെക്കാൻ കഴിയില്ല, വാഴയ്ക്ക് വെക്കാൻ കഴിയില്ല കേട്ടാ മേലിപ്പോയാൽ. അപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടാവും, ഒന്ന് മൂടി വെക്കണം. അതൊക്കെ അത് കഴിഞ്ഞിട്ട് പരിപാടി. അപ്പോൾ ഗ്യാസിൻ്റെ അവിടെയൊക്കെ 4 പുറക്കെ തുടച്ചു. നല്ല ഗോൾഡൻ ബ്രൗണായിട്ട് പൊരി മാറ്റാം. ഞാനെ പറഞ്ഞത് ഉപയോഗിച്ചു. അപ്പോൾ പുറത്ത് മഴയൊക്കെ മാറി നല്ല മഴ പെയ്തു. അതുകൊണ്ട് പിന്നെ ചെടിയൊന്നും നനക്കേണ്ട കഴിഞ്ഞിട്ട് നനക്കേണ്ട ആവശ്യമുണ്ടായില്ല. ഇടക്കിടക്കൊരു മഴയൊക്കെ വന്നാൽ ഇനി വിഷമൊക്കെ ആവാനായില്ലേ. ഇനി വേനൽ മഴ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. ചൂടിനൊക്കെ കുറേ ആക്കം കിട്ടും. നമ്മൾ എല്ലാവർക്കും മഴ ഉണ്ടായ അധികം ചൂടാണ് അങ്ങനെയൊന്നും പറയരുതേ. മഴ കുറ്റം പറയാം. നമുക്ക് മഴ ആയാലും വെയിലായാലും പടച്ചോൻ തന്നൊരു പുണ്യാണ്. ആരും ഒന്നും പറയാൻ അങ്ങനെയൊന്നും പറയരുത് കേട്ടോ. അങ്ങനെ മഴ അങ്ങനെ പറയരുത്. വെയിലെല്ലാം നമ്മൾ സഹിക്കേണ്ടതാണ്. പടച്ചോൻ തരുന്നതൊക്കെ നമ്മൾ സഹിക്കണം. വെയിലായാലും മഴ ആയാലും കുറ്റം പറയരുത്. അത് പടച്ചോന് ഇഷ്ടമുണ്ടാവില്ല.
മഴ വേണം, അത്യാവശ്യം വെയിലും വേണം. അപ്പം അത് ഗോൾഡൻ ബ്രൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളെല്ലാം ഫ്ലേവർ ഉണ്ട് കേട്ടോ. കറിവേപ്പിലൊക്കെ ചേർത്തതുകൊണ്ട് തന്നെ നല്ല ഫ്ലേവർ ഉണ്ട്. അതെന്തെങ്കിലും ഞാൻ ചേർക്കും കേട്ടോ. ആദ്യം ചിക്കൻ പൊരിക്കുകയാണെങ്കിലും എല്ലാ പൊരിക്കുകയാണെങ്കിലും മസ്റ്റായിട്ട് ചേർക്കണം. ഒരു കൊത്ത് ചക്ക എടുത്ത് പിന്നെ രണ്ടാമത് ചോദിച്ചിട്ട് എനിക്ക് കൂട്ടാൻ വെക്കണ്ടാവില്ല, എനിക്ക് കൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണ് വല്യമ്മക്ക്. തേങ്ങ പൊളിച്ചുകൊണ്ട് തേങ്ങ അരച്ച് വെക്കുകയാണെങ്കിൽ നല്ല രസമാണ്. ചിലവർ ചക്ക ബിരിയാണി വെക്കുമല്ലോ, ബീഫും ചക്കയും കൂടെ ഇട്ടിട്ട് എന്തൊക്കെ ഐറ്റങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടാണ്. പലയിടത്തും പല സ്റ്റൈലിലാണ് ചക്കക്കൂട്ടാൻ. ചിലപ്പം ചക്കപ്പുഴുക്ക് ഉണ്ടാക്കും, ചക്കപ്പൊരി ഉണ്ടാക്കുക, ചക്കപ്പൊടി ഉണ്ടാക്കുക, ചക്ക കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും, എല്ലാ വിഭവവും ഉണ്ടാക്കാൻ പറ്റും. അപ്പം നല്ലോണം ഗോൾഡൻ ബ്രൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ ചക്ക. എണ്ണയിൽ കിടന്നിങ്ങനെ മുങ്ങിത്താവുകയാണ്, പൊരിഞ്ഞിരിക്കുക. അപ്പോൾ നമുക്ക് കോഴി മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പം സെലു ചക്കപ്പൊരി ആദ്യമായിട്ട് വെച്ചാണ്, രണ്ടാമത്തെ ചാനലിൽ നമ്മൾ പഴയ ചാനലിൽ വെച്ചിരുന്നു, പുതിയ ചാനലിൽ ഇപ്പോൾ ആദ്യമായിട്ട് കേട്ടോ. അപ്പോൾ ഒക്കെ ഗോൾഡൻ ബ്രൗൺ ആയിട്ട് കോഴി മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ പറ്റ കരിഞ്ഞു പോകും കോരുമ്പത്തിന്. എണ്ണ നല്ല വാങ്ങോട്ടെ. നല്ല ഗോൾഡൻ ബ്രൗൺ ആയിക്കോട്ടോ. അങ്ങനെ ചക്ക അല്ലെങ്കിൽ അത് ഇതാവില്ല, കരിഞ്ഞിട്ടുമില്ല, എന്നാൽ മീഡിയം ആയി ചെയ്തു. പിന്നെ ചക്കയുടെ സ്റ്റൈല്. അപ്പം നമ്മളെ ചക്കപ്പൊരി ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവർക്കും മക്കൾമാർക്കും ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിക്കാൻ വന്നോളൂ കേട്ടോ. ഈ മഴക്കാലത്തൊക്കെ നല്ലൊരു ഇൻട്രസ്റ്റ് വരുന്നൊരു സാധനമാണ്. സുലൈമാനിയും കട്ടൻ ചായയും അതുപോലെ നമ്മളെ ചക്ക ഫ്രൈ നല്ല ക്രിസ്പി ആയിരിക്കുന്നുണ്ടോ. ഇങ്ങനെ ഒടിച്ചാൽ നല്ല മുരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. കടലുകൾ സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ, സീ യു. അസ്സലാമു അലൈക്കും.